ഹലോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്തുള്ള ഇഫ് എൽസും പറഞ്ഞു, ഇഫ് എൽസ് ഇഫും പറഞ്ഞു. ഇഫ് എൽസ് എന്തിനാണ്? ഒരൊറ്റ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യും, ആ കണ്ടീഷൻ ട്രൂ ആയാൽ ഇഫ് ബ്ലോക്കിൻ്റെ അകത്തോട്ട് കയറും, അല്ലെങ്കിൽ എൽസ് പാർട്ടി പോകും. ഇഫ് എൽസ് ഇഫ് എന്താണെന്നായിരുന്നു? മൾട്ടിപ്പിൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ട്. അതിനൊരു എക്സാമ്പിൾ ആയിരുന്നു എന്തോന്ന് നമ്മൾ ലാസ്റ്റ് എഴുതിയത്. അതായത് നമ്മുടെ മാർക്ക് <45 ആണെങ്കിൽ യു ആർ ഫെയിൽ. ഓക്കെ, മറ്റേ ഇഫ് എൽസ് മാത്രം വരുന്നെങ്കിൽ നമുക്ക് ഈ ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. പക്ഷേ എൽസ് ഇഫും കൂടി വന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കണ്ടീഷൻസ് ചെക്ക് ചെയ്യാം. മാർക്ക് <60 ആണോ, മാർക്ക് <75 ആണോ, <90, <100. ഇതിൽ ഒന്നിൽ ഉൾപ്പെടുന്നില്ലെങ്കിൽ എങ്ങോട്ടായിരിക്കും? എൽസ് പാർട്ടിൻ്റെ അകത്തോട്ടായിരിക്കും കയറേണ്ടത്. അവിടെ എന്തോ പറഞ്ഞേക്കുന്നത്? ഇൻവാലിഡ് ഇൻപുട്ട്. അപ്പോൾ ഇതിന് ഓൾട്ടർനേറ്റീവായിട്ട് നമ്മൾ കൊണ്ടുവന്ന ഒരു സാധനമാണ് എന്തോന്ന്? സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിന് ഓൾട്ടർനേറ്റീവായിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ് ആരെ? സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സിനെ. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് അപ്പോൾ എന്താണ്? സിമിലർ ടു ആരാണ്? ഇഫ് എൽസ് ഇഫ് ആണ്. അതായത് മൾട്ടിപ്പിൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? സ്വിച്ച് എന്ന് എഴുതുക, എന്നിട്ട് അതിനുള്ളിലേക്ക് എന്ത് ചെയ്യുക? ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്, നേരത്തെ നമ്മൾ മാർക്കല്ലേ എടുത്തേ, അതേപോലെ ഞാൻ എന്തെന്ന് കൊടുത്തു? മാർക്കെന്ന് തന്നെ കൊടുത്തു. മാർക്ക് കൊടുത്തിട്ട് നമ്മൾ ഓരോ കേസ് ആയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ എൻ്റെ മാർക്ക് എങ്ങനെയൊക്കെ വരാം? 0 to 100 വരെ വരുന്ന ഓരോ കേസുകളല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഫസ്റ്റത്തെ കേസ് എങ്ങനെ എഴുതി? 0 to 45 എന്ന് പറയുന്ന രീതിയിൽ. ഓക്കെ, ഞാനത് 0 to 45, അതായത് ഫസ്റ്റത്തെ എൻ്റെ ഇഫ് കണ്ടീഷൻ എന്തോന്നായിരുന്നു? ഇഫ് മാർക്ക് എന്ന് പറയുന്നത് <= 45 എന്നാണ്. അപ്പോൾ 0യ്ക്കും 45നും ഇടയിൽ ഏതെങ്കിലും 45 എന്നൊരു വാല്യൂ വന്നാൽ ഏത് ബ്ലോക്കിൻ്റെ അകത്തോട്ട് കയറണം? ഈ കേസ് ഫസ്റ്റത്തെ കേസിൻ്റെ അകത്തോട്ട് കയറണം. അവിടെ ഞാൻ എന്തോ പറഞ്ഞേക്കുന്നത്? പ്രിന്റ് എഫ് നേരത്തെ എന്തോ ആയിരുന്നു കൊടുത്തിരുന്നത്? 0 <45 ആണെങ്കിൽ യു ആർ ഫെയിൽ എന്ന് പറയുന്ന രീതിയിൽ. എനിക്കിത് സജഷൻ വരുന്നതാണ്. നിങ്ങൾക്കിത് സജഷൻ വരത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഇത് പഠിച്ചാലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ പിന്നെ ഇതുപോലെ അടിച്ചടിച്ച് പോവാം. അത് നോക്കിക്കോ. അപ്പോൾ കേസ് 0 to 45 വന്നാൽ എന്ത് ചെയ്യും? ഈ ഫസ്റ്റത്തെ കേസിൻ്റെ അകത്തോട്ട് കയറും. അതിൻ്റെ അകത്ത് എന്തോ പറയുന്നത്? പ്രിന്റ് ഓഫ് യു ആർ എ ഫെയിലിയർ അല്ല, യു ഹാവ് ഫെയിൽഡ്. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. എന്നിട്ട് എന്ത് പറയും? ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും. ഇനി അടുത്ത കേസ് എന്താണ് പറയുന്നത്? രണ്ടാമത്തെ എൽസ് ഇഫ് കണ്ടീഷൻ. മാർക്ക് <= 60. മാർക്ക് <= 60 എന്ന് പറഞ്ഞാൽ എന്താണ്? 45 വരെ ഇവിടെ ചെക്ക് ചെയ്ത്, അതായത് 46നും 60നും ഇടയിൽ ആര് വന്നാലും എന്താണ്? യു ഹാവ് എ പി ഗ്രേഡ് ആണ്. ഓക്കെ ആണ്. ഇനി 61നും 75നും, അതായത് <= 75 എന്ന് പറഞ്ഞാൽ 60ന് മേളിലും 75ന് താഴെയോ ആയിരിക്കണം. 60ന് മേളിലും 75ന് താഴെയോ ആയിരിക്കണം. അതേ കോൺസെപ്റ്റ് അല്ലേ? 60ന് മേളിൽ, അതായത് 61 തൊട്ട് 75 വരെ ആര് വന്നാലും എന്താണ്? സി ഗ്രേഡ് ആണ് കൊടുക്കാനുള്ള ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ മാർക്ക് ഞാനിപ്പോൾ 42 ആണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ സ്വിച്ച് കേസിൻ്റെ അകത്ത് വന്ന മാർക്ക് എത്രയാണ്? വാല്യൂ എത്രയാണ്? 42 ആണ്. അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് കയറും. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ എന്ത് ചെയ്യും? കേസ് ഫസ്റ്റത്തെ കേസ് നോക്കിയാണ്. അതിൻ്റെ അകത്ത് ഏതുവരെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്? കേസ് 0 to 45 വരെ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്ത നമ്പർ എത്രയാണ്? 42 ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ അകത്ത് എൻ്റർ ചെയ്യും. ഇതിൻ്റെ അകത്ത് എൻ്റർ ചെയ്തിട്ട് അത് എന്ത് പറയും? യു ഹാവ് ഫെയിൽഡ് എന്നും പറഞ്ഞിട്ട് എഴുതി കാണിക്കും. എന്നിട്ട് നെക്സ്റ്റ് ലൈനിൽ പോകുമ്പോൾ എന്താ പറയുന്നത്? ബ്രേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രേക്ക് ബേസിക്കലി ചെയ്യുന്നതെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഏത് കോഡ് ബ്ലോക്കിൻ്റെ അകത്ത് നിൽക്കുന്നോ അതിൻ്റെ പുറത്തിറങ്ങും. ഇപ്പോൾ നമ്മൾ ഈ ഒരു കോഡ് ബ്ലോക്കിൻ്റെ അകത്തല്ലേ നിൽക്കുന്ന, ഈ ഒരു ബ്രാക്കറ്റ് ഇതിൻ്റെ പുറത്തിറങ്ങും. അതായത് അതിൻ്റെ സ്വിച്ച് കേസിൻ്റെ എക്സിക്യൂഷൻ അവിടെ വെച്ച് നിൽക്കും. നിങ്ങൾക്ക് ഡീബഗിങ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ചിലപ്പോഴൊക്കെ തരുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് റിമൂവ് ചെയ്തിട്ട് തരും. എന്നിട്ട് ഇവിടെ വാല്യൂ ഇപ്പോൾ 42 ആണ് വന്നതെന്ന് വെച്ചോ. അപ്പോൾ എന്ത് ചെയ്യും? കേസ് 0 to 45ൻ്റെ ഇടയിൽ വരുന്ന വാല്യൂ ആണ് 42. അപ്പോൾ ഈ കേസ് വർക്കാവും. യു ആർ ഫെയിൽഡ് എന്ന് എഴുതി കാണിക്കും. എന്നിട്ട് എന്ത് ചെയ്യത്തില്ല? ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് എങ്ങോട്ടും എൻ്റർ ചെയ്യും? തൊട്ടടുത്ത കേസിലോട്ടും എൻ്റർ ചെയ്യും. ഇനി എവിടെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണുന്നോ അതുവരെ എന്ത് ചെയ്യും? ഇത് വർക്കായിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇനി ഇവിടെയും ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ എന്ത് എഴുതി കാണിച്ചേ? 42 ഞാൻ മാർക്ക് കൊടുത്തെങ്കിലും യു ആർ ഫെയിൽ എന്ന് എഴുതി കാണിക്കും, യു ഹാവ് പി ഗ്രേഡ് എന്ന് എഴുതി കാണിക്കും, യു ഹാവ് സി ഗ്രേഡ് എന്ന് എഴുതി കാണിക്കും. എന്നിട്ടായിരിക്കും എക്സിറ്റ് ആവുന്നത്. ഇവിടെ സിയുടെ കമ്പൈലർ ഞാൻ ബ്രേക്ക് റിമൂവ് ചെയ്താൽ എനിക്ക് എറർ തരും. അതുകൊണ്ട് അത് കാണിച്ചു തരാൻ പറ്റത്തില്ല. ഞാനപ്പോൾ എന്ത് ചെയ്യുന്നു? ഇതാണ് ആ ഒരു ലോജിക്ക്. മനസ്സിലായോ? ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടില്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല? കോഡ് ബ്ലോക്കിൻ്റെ പുറത്തോട്ട് ഇറങ്ങത്തില്ല. അടുത്ത ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണുന്നത് വരെ അത് എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. ഡീബഗിങ് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും എവിടെയെങ്കിലും ഹാക്കത്തോൺ പോലെ, ചെറിയ ഹാക്കത്തോൺ പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിക്കുവാണെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ മാർക്ക് എത്ര എൻ്റർ ചെയ്യുന്നു? 40 എൻ്റർ ചെയ്യുന്നു. 40 എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്? കുറവാണ്. അപ്പോൾ ഞാൻ എന്താണ് എനിക്ക് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് വരുന്നത്? 40 എന്ന് പറയുന്ന മാർക്ക് ഇവിടെ വരും. അപ്പോൾ 0 to 45 എന്ന് പറയുന്നതിൻ്റെ ഇടയിലാണ് 40 വരുന്നത്. അപ്പോൾ ഈ കേസിൻ്റെ അകത്ത് കയറും. ഇതിൻ്റെ അകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? യു ആർ ഫെയിൽ എന്നും പറഞ്ഞിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എൻ്റെ ഔട്ട്പുട്ട് എന്താണ് വരാനുള്ളത്? യു ആർ ഫെയിൽ എന്നും പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ഒന്നും കൂടി റൺ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു? 101 കൊടുത്തു. അതായത് നമ്മൾ ലാസ്റ്റത്തെ കണ്ടീഷൻ വരെ ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. 91 to 100 വരെയാണെങ്കിൽ എന്താണ്? യു ഹാവ് എ ഗ്രേഡ് വരെ ചെക്ക് ചെയ്തു. ഇനി ഞാൻ കൊടുത്തത് 101 ആണ്. അപ്പോൾ 101 ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും കേസിൻ്റെ അകത്ത് കയറുന്നുണ്ടോ? 101 എന്ന് പറയുന്ന ഇല്ല. അപ്പോൾ അവിടെ എനിക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടിയത്? ഇൻവാലിഡ് ഇൻപുട്ട്.
അതേ സെയിം സംഭവമല്ലേ നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്നത്. അതായത് 100 വരെ ഉള്ളവരെ ചെക്ക് ചെയ്യാനായിട്ടുള്ള കണ്ടീഷൻ ഇവിടെ ഉണ്ട്. അതിന് മേളിലോ അതല്ലാതെ വേറെ എന്ത് വന്നാലും എങ്ങോട്ട് പോകണം? ഇൻവാലിഡ് ഇൻപുട്ട് എന്ന് പറയുന്ന എൽസ് ബ്ലോക്കിൻ്റെ അകത്തോട്ട് പോകണം. സ്വിച്ചിൻ്റെ അകത്ത് ഒരു എൽസ് ബ്ലോക്ക് ഉണ്ട്. അതിനെ പക്ഷേ നമ്മൾ പറയുന്നത് എന്താണ്? ഡീഫോൾട്ട് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്നിലും ഈ ഒരു കേസിലും ഉൾപ്പെടുന്നില്ലെങ്കിൽ അത് എങ്ങോട്ട് പോകും? ഡീഫോൾട്ട് എന്ന് പറയുന്നതിൻ്റെ അകത്തോട്ട് പോകും. അവിടെ എന്തോ ഞാൻ പറഞ്ഞേക്കുന്നത് സിമിലർ ഒരു പ്രിൻ്റ് ഓഫ് കൊടുത്തിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു ഇൻവാലിഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തോന്ന് സ്വിച്ച് കേസ് എന്ന് പറയുന്നത്. സ്വിച്ച് കേസ് അപ്പോൾ കാണാൻ ഒത്തിരി വൃത്തിയല്ലേ നമ്മുടെ ഇഫ് എൽസ് ഇഫിനെയും കാട്ടി. ഇങ്ങനെ ഒരുപാട് സാധനം എഴുതുന്നതിനെയും കാട്ടി നമുക്ക് എന്ത് ചെയ്യാം, കൂടി സിമ്പിളായിട്ട് ക്ലീൻ ആയിട്ട് എന്ത് എഴുതാം? സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. ഇത് എന്തിന് ഓൾട്ടർനേറ്റീവ് ആണ്? ഇഫ് എൽസ് ഇഫിനുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ മാത്രമാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ബൈ.